ഹലോ ഗൈസ്, വെൽക്കം ടു മൈൻഡ് മസിൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജിം ബ്ലോഗ് എത്രയോ പാട്ടങ്ങട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ പുഷാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ലെഗ് രണ്ടാമത്തെ ഉണ്ട്, ഫുള്ള് രണ്ടാമത്തെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെഗ് ഞാൻ പറയാം. ലെഗിൽ നമുക്ക് വരുന്നത് ബാർബൽ ഫ്രണ്ട് സ്ക്വാട്ട് ആണ്. ഞാൻ പെട്ടെന്ന് പറയുന്നതല്ല, നമുക്ക് വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ബാർബൽ ഫ്രണ്ട് സ്ക്വാട്ട് ആണ്. ബാർബൽ ഫ്രണ്ട് സ്ക്വാട്ട് നോർമലി നമ്മള് നിങ്ങളുടെ ജോൺസിനയുടെ വീഡിയോയിലൊക്കെ ഉണ്ട് ഇങ്ങനെ പിടിക്കുന്നത്. ഇതിൽ ആളുടെ ഗ്യാപ്പ് വരുന്നത് ഇതാ ഈ പൊസിഷനിലാണ് കണ്ടത്. ഇപ്പൊ എന്റെ ഷോൾഡറിന്റെ ഗ്യാപ്പ് കണ്ട, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ബാർ വെക്കുക. അത് ചിലവർക്ക് അങ്ങോട്ട് സെറ്റ് ആവാറില്ല, അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഗോബിൾ സ്കോട്ട് ചെയ്യാം. പക്ഷെ അത് കണ്ടിന്യൂസ് ചെയ്യണായിട്ടും ബെറ്റർ ബാർബിൾ സ്കോട്ട്, ഫ്രണ്ട് സ്കോട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്. അല്ലെങ്കിൽ ദമ്പല് ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ടും ചെയ്യാട്ടോ. നമ്മുടെ ഷോൾഡറിൽ ദമ്പല് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങി പൊങ്ങാൻ പറ്റും. ബ്രീത്ത് എടുക്കേണ്ടത് മസിൽ വലിയുമ്പോഴാണ്. അപ്പൊ ഇറങ്ങുമ്പോൾ ബ്രീത്ത് എടുക്കുക, പൊങ്ങുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇതാണ് ബാർബൽ ഫ്രണ്ട് സ്ക്വാട്ട് ആയാലും ഏത് സ്ക്വാട്ട് ആയാലും ശ്രദ്ധിക്കേണ്ടത്. ലെഗിന്റെ വർക്കൗട്ട് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ക്വാഡ്സ് മടക്കുമ്പോഴാണ് വലിയണത്. ഓക്കെ, നിവർത്തുമ്പോൾ ടൈറ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമുക്ക് 5 സെറ്റ് 15 വെച്ച് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 5 സെറ്റ് അത് കഴിഞ്ഞാൽ 6ാം സെറ്റിൽ നമ്മൾ ആംറാപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ആസ് മെനി റെപ്സ് ആസ് പോസിബിൾ ആണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ കടയണ വരെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള വെയിറ്റ് വെച്ച് ചെയ്യാം. ഞാൻ മാക്സിമം അമറപ്പ് 50 അല്ലെങ്കിൽ 40 to 50 ആ റേഞ്ചിൽ എപ്പോഴും എത്തിക്കാറുണ്ട്. മാക്സിമം പുഷ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വരുന്നത് ബാർബൽ റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ് ഓർ ഗുഡ് മോർണിംഗ് ആണ്. ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം റൊമാനിയൻ അടിച്ചതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഗുഡ് മോർണിംഗ് ആണ് ചെയ്തത്. ഗുഡ് മോർണിംഗിൽ ഞാൻ വെയിറ്റ് ഇടാറില്ല. ഞാൻ എപ്പോഴും അത് മാക്സിമം ഫോമിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറ്. എനിക്ക് ഹാംസ്ട്രിങ് ഭയങ്കര വീക്കാണ്. പിന്നെ അതിന് ലോഡ് കൊടുക്കുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെറുപ്പത്തിൽ ഞാൻ വഴിക്ക് വീണിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എന്നോട് ഒരു കുട്ടി എനിക്ക് ഇഞ്ചുറിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇടാൻ പറ്റുമോ, എങ്ങനെ റിക്കവർ ആയത് ഒരു വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേഗം വിടുന്നതായിരിക്കും, മറന്നിട്ടില്ല. പിന്നെ വരുന്നത് ഗുഡ് മോർണിംഗ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതിന് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇടാം. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു മെക്കാനിസം ആണ് അറിയേണ്ടത്. നമ്മുടെ ബോഡി എങ്ങനെ മൂവ്മെന്റ് ചെയ്യണ മെക്കാനിസം ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മൈൻഡ് മസിൽ കണക്ഷൻ ഇമ്പോർട്ടൻസ് വളരെയായിട്ട് കൊടുക്കണം. എല്ലാ വർക്കൗട്ടും അത് തന്നെയാണ്. അപ്പോൾ ഗുഡ് മോർണിംഗിൽ 3 സെറ്റ് 25 വെച്ചാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ ബാർബൽ ഹിപ്പ് ത്രസ്റ്റ് മിക്ക കുട്ടികളും ഒഴിവാക്കുന്നുണ്ട്. അത് ഒരിക്കലും ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിൽ ഇപ്പൊ ഒരു 2 പ്ലാന് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഹിപ്പ് ത്രസ്റ്റിനൊന്നും നമുക്ക് ബാറോ ദമ്പലോ വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനൊന്നും മെഷീനറി ആയിട്ട് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. കാശുള്ളവർക്ക് വാങ്ങാം, നമ്മുടെ ജിമ്മിൽ ഇല്ല. ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് നടന്നില്ല. അപ്പൊ ഞാനിപ്പോഴും ബാർബെല്ലാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ദമ്പൽ ലഞ്ചസ് ആണ് വരുന്നത്. ദമ്പൽ ലഞ്ചസ് സിംഗിൾ ലെഗ്, ഒരു ലെഗിനെ ഒരു സെറ്റിൽ 50 വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ 5 സെറ്റ് 50 വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബേണിങ് അറിയുന്നുണ്ട്. നമ്മുടെ മസിൽസ് ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ പൊള്ളണ പോലെ തോന്നും. സിംഗിൾ ലെഗ് ചെയ്തപ്പോൾ ഞാൻ 2ാം സെറ്റ് ആയപ്പോൾ ഞാൻ ഓൾട്ടർനേറ്റീവ് ആക്കി. അപ്പൊ കുറച്ച് റെസ്റ്റ് കിട്ടണ പോലെ തോന്നി. പക്ഷെ ഒരു 35-36 ആകുമ്പോഴേക്കും എനിക്ക് വീണ്ടും ബേണിങ് ഫീൽ ചെയ്തു. കിതപ്പ് കൂടുതൽ വന്നിട്ടുള്ളത് എനിക്ക് ഓൾട്ടർനേറ്റീവ് ചെയ്യുമ്പോഴാണ്. പക്ഷെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സിംഗിൾ ലെഗ് ആണ്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വാക്കിംഗ് ലഞ്ചസ് 50 വെച്ചിട്ടാണ്. അതെങ്ങനെ ഉണ്ടെന്ന് ഭാവിയിൽ വരുന്നതായിരിക്കും. മറന്നുപോയി. അതും കിതപ്പും ഒരുമാതിരി അറിയാലോ നിങ്ങൾക്ക് ലഞ്ചസ്, ഞാൻ പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ലെക്കുകളാണ് വരുന്നത്. ലെക്കുകളും 5 സെറ്റ് 50 വെച്ചിട്ടാണ്. ഇതൊക്കെ ഐസൊലേഷൻ മൂവ്മെന്റിലാണ് വരുന്നത്. ലഞ്ചസ് കോമ്പൗണ്ട് മൂവ്മെന്റ് ആണ്. അതുപോലെ ലെഗ് പ്രസ്സിൽ കാഫ് റൈസ് ആണ് വരുന്നത്. അതിന് 5 സെറ്റ് 25 വെച്ചിട്ടാണ് വരുന്നത്. ഹാങ്ങിങ് ലെഗ് റൈസ് ആപ്സിന് വേണ്ടിയിട്ട് അത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഈ പ്ലാനിൽ ശരിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് ആഡ് ചെയ്തിട്ടതാണ്. പിന്നെ ഇതുപോലെ എനിക്കിപ്പോൾ ഒരു ഭയങ്കര ടയേർഡാണ്, ഭയങ്കര ക്ഷീണം തോന്നുകയാണ്, ഞാൻ ആ ഡേ സ്കിപ്പ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ കാർഡിയും 2 ആപ്സ് വർക്കൗട്ട് ആഡ് ചെയ്യാറുണ്ട്. മെയിൻലി മെഷീൻ ക്രഞ്ചസ് അല്ലെങ്കിൽ കേബിൾ ക്രഞ്ചസ് അല്ലെങ്കിൽ ഡിപ്സിൽ ലെഗ് റൈസ് ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. 5 സെറ്റ് 25 വെച്ചിട്ട് ചെയ്യാറുണ്ട്. സൂപ്പർ സെറ്റ് പോലെ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ലെഗിന്റെ പാർട്ട് ബിയിൽ വരുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിടാം. നിങ്ങൾക്കത് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബാർബൽ സ്ക്വാട്ട് ഫ്രണ്ട് സ്ക്വാട്ടിന് പകരം ഇപ്പൊ നിങ്ങൾക്ക് ലെഗ് പുഷ് പുൾ ലെഗിൽ 2 ലെഗിലും നിങ്ങൾ ഒരുമിച്ച് എല്ലാ മസിലും വേണമെന്നുണ്ടെങ്കിൽ ബാർബൽ ഫ്രണ്ട് സ്ക്വാട്ടിന് പകരം നോർമൽ ബാർബൽ സ്ക്വാട്ട് അടിക്കാം. ഹിപ്പ് ത്രസ്റ്റർ ആഡ് ചെയ്തോ, അത് ഒഴിവാക്കണ്ട. അതും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ റൊമാൻ ഡെഡ് ലിഫ്റ്റ് ആണ്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ലഞ്ചസ് ഒഴിവാക്കണ്ട. ലെഗുകൾ പ്ലസ് ലെഗ് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാം.
ടൈം ലിമിറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് 5 സെറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പ്ലാനുകൾ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ എടുക്കാം എങ്ങനെയാണ് വർക്കൗട്ട് പ്ലാനെ സിമ്പിൾ ആയിട്ട് ഒരു ബേസിക് രീതിയിൽ ഉണ്ടാക്കേണ്ടത് കോമ്പൗണ്ട് ഐസൊലേഷൻ വെച്ചിട്ട്. അതും ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് പുള്ളിലേക്ക് പോവാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡ് കൂടി, സോറി. ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 6 മിനിറ്റ് ഏകദേശം. ഓക്കെ, ഇനി ബാർബൽ സ്നാച്ച് ഗ്രിപ്പ് ഡെഡ് ലിഫ്റ്റ് ആണ്. പുള്ളിൽ വരുന്നതാണ്. ബാർബൽ സ്നാച്ച് ഗ്രിപ്പ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് അതൊന്ന് ഓക്കെ. ബാർബൽ സ്നാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ സ്നാച്ച് ഗ്രിപ്പ് കണ്ടിട്ടില്ലേ? ആ സംഭവം തന്നെയാണ് ഇത് തന്നെ. നമ്മുടെ അരയുടെ നമ്മുടെ അരയുടെ ഭാഗത്തായിട്ട് വേണം ഗ്രിപ്പ് വരാൻ. അപ്പൊ ഏകദേശം ഇത്രയൊക്കെ വരും. അതിൽ എങ്ങനെ നമ്മൾ വെയിറ്റ് ലിഫ്റ്റിൽ സ്നാച്ച് ചെയ്യുക? ഈ സാധനം കണ്ടിട്ടില്ലേ നിങ്ങൾ പൊക്കണത്? ആ സാധനം തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ പൊക്കണും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ സ്നാച്ച് ഗ്രിപ്പിൽ പിടിക്കണം, ഡെഡ് ലിഫ്റ്റ് എടുക്കണം. അപ്പോൾ ലൈറ്റ് വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അത് പ്രാക്ടീസ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ എപ്പോഴും സേഫ്റ്റി ശ്രദ്ധിക്കുക ഏത് കാര്യമായാലും. അതൊരിക്കലും മറക്കരുത് നിങ്ങൾ. ഓക്കെ, ഇപ്പൊ സ്നാച്ച് ഗ്രിപ്പ് ഇതുപോലെ ഫസ്റ്റ് വർക്കൗട്ടിൽ 5 സെറ്റ് 15 വെച്ച് വരുന്നു. പിന്നെ 6th സെറ്റ് കടയണ വരെ ആംറാപ്പ് വരുന്നുണ്ട്. അത് ഞങ്ങൾ സെയിം വെയിറ്റിലിട്ടിട്ടാ. ഞങ്ങൾ ഒരു സൈഡ് 10 ഒരു സൈഡ് 10 ഇട്ടു. ബാർ ഒരു 16-18 കിലോ അല്ലെ 16 കിലോന്റെ ബാർ എടുത്തത്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഒരു 36 സംതിങ് വരുന്നു. 36 കിലോ വെയിറ്റ് എടുത്തിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തത്. ഇനി ഭാവിയിൽ നമുക്കത് ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 2.5 കിലോ വെച്ച് കൂട്ടുന്നു. അത് കഴിഞ്ഞാൽ ബാർബൽ റോ ആണ്. ഞാൻ ഇപ്രാവശ്യം ബാർബൽ റോ അല്ല ചെയ്തത്. കാരണം സ്നാച്ച് ഗ്രിപ്പ് എടുത്ത് ഒരു വിധായി ഡെഡ് ലിഫ്റ്റ്. അപ്പൊ ബാർബൽ റോങ്ങിന്റെ പകരം ഞാൻ ടീ ബാർ റോ ആണ് ചെയ്തത്. കുറച്ചും കൂടി സുഖമായി തോന്നി എനിക്ക്. അത് ഞങ്ങൾ ഓവർ വെയിറ്റ് ഒന്നും ഇട്ടില്ല. ഒരു മീഡിയം റേഞ്ച് വെയിറ്റ് ഇട്ട് 3 സെറ്റ് 25 വെച്ചാണ് അത് വരുന്നത്. പിന്നെ അടുത്തത് വെയിറ്റഡ് പുള്ളപ്പാണ്. ഞാൻ വെയിറ്റ് ഇട്ടിട്ടില്ല. ഞാൻ എന്റെ ബോഡി വെയിറ്റ് ചെയ്ത്. ഞാൻ ഇപ്പൊ എന്റെ ബോഡി വെയിറ്റ് 66-67 കിലോ ആയിരുന്നു. അപ്പൊ ഞാന് അതില് 25 വെച്ചിട്ടില്ല വരുന്നത്. അല്ല 30 വെച്ചിട്ട് 3 സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടൈം എടുത്തു ഒരുപാട്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയതും പുള്ളപ്പ് തന്നെയാണ്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്യണം, അതാണ് അതിന്റെ ശരി. അപ്പൊ അത് വെച്ച് നിർത്തി പോകരുത്. പിന്നെ വണ്ണം തമ്പിൾ റോ ഇതുപോലെ ഈ എണ്ണം കൂടുതലായിട്ട് 5 സെറ്റ് 50 ആയതുകൊണ്ട് എനിക്ക് നല്ല നല്ല പെയിൻ വന്നു. മസിൽ പെയിൻ ആണ് എനിക്ക്. ബാക്കിലത്തെ നട്ടലിന്റെ പെയിൻ അല്ല വന്നത്, മസിൽസിന്റെ പെയിനാണ് വന്നത്. പക്ഷെ എനിക്ക് ഫുൾ ഫോക്കസ് എനിക്ക് എന്റെ വിങ്സിനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സീറ്റഡ് മിഡ്രോയിലേക്ക് പോയിട്ട് 3-ാം സെറ്റ് ആയപ്പോൾ ഞാൻ മിഡ്രോ ആണ് അടിച്ചത്. മറ്റേ സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ മിഡ്രോ വലിക്കും, ആ സാധനമാണ് ഞാൻ ചെയ്തത്. അത് കുറച്ചും കൂടി എനിക്ക് ലോഡ് കുറച്ച് പോലെ തോന്നി. എണ്ണം കൂടുമ്പോൾ നമുക്ക് കടച്ചിൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഡംബെല്ല് അല്ല നമ്മുടെ ഇൻക്ലൈൻ ബെഞ്ച് ഇട്ടിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അതിൽ മുഖം ബെഞ്ചിലേക്ക് വരണ പോലെ കിടന്ന്, അതിനെന്താ പറയാ, കമന്ന് കിടന്നിട്ട് ദമ്പല് താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ വലിക്കില്ല. ആ സാധനം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തത് പിന്നെ ബൈസിലേക്ക് പോയി ഇംഗ്ലൈൻ ദമ്പൽക്കുകളും ഞാനൊരു 60 ഡിഗ്രി ഒക്കെ ചെരിയുള്ളൂ. ഏകദേശം അത് ഇത്ര. ഇപ്പൊ ഈ ചെയറാണെങ്കിൽ ഞാൻ ഇത്ര ചെരിയുള്ളൂ, ഓവറായിട്ട് ചെരിയുന്നില്ല. കാരണം ഇതും 5 സെറ്റ് 50 വരുന്നുണ്ട്. അവസാനത്തെ സെറ്റ് അവസാനത്തെ എണ്ണ ഒരു 30, 35, 40 ആകുമ്പോഴേക്കും നമ്മള് ഇങ്ങനെ അങ്ങോട്ട് അടിക്കണം. അപ്പൊ ഈ സാധനത്തിൽ ലോഡ് വരും, അത്രയും തൂങ്ങി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ചെരിയാറില്ല. പക്ഷെ എന്റെ കൈമുട്ട് എപ്പോഴും ഏകദേശം കുറച്ച് പിന്നിക്കാക്കിയിട്ട് ഞാൻ അടിക്കാം. ചെരിഞ്ഞ് കിടക്കുമ്പോൾ കേട്ടോ. ഈ ഒരു ലെവലിലാണ് ഞാൻ ഇംഗ്ലൈൻ ചെരിഞ്ഞ് കിടന്ന് അടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് അത് കുഴപ്പം ജോയിന്റ് പെയിനുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എടുത്ത വെയിറ്റ് അത് 5 കിലോനാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി 5 സെറ്റ് 50. പിന്നെ അടുത്തത് സീറ്റഡ് മെഷീൻ റിവേഴ്സ് ഫ്ലൈ. അത് നിങ്ങൾക്കറിയാലോ, റാഡഡ് ഫ്ലൈ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദമ്പലിൽ ചെയ്യാം, അല്ലെങ്കിൽ പക്കടക്ക് ഉണ്ടെങ്കിൽ പക്കടക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സീറ്റഡ് ചെയ്യില്ലേ, അതും ചെയ്യാവുന്നതാണ്. അത് 5 സെറ്റ് 50 വെച്ചിട്ട്. അത് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ശ്രദ്ധിക്കുന്നത്, മിക്ക കുട്ടികളും ഇവിടെ തന്നെ ചെയ്യണ കുട്ടികൾ ഇങ്ങനെ പിടിച്ചടിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചടിക്കുമ്പോൾ ചിലര് കൈ നിവർത്തുമ്പോൾ ട്രൈസിന് കൂടുതൽ പോകും. അതുകൊണ്ടാണ് ഗ്രിപ്പ് ഇങ്ങനെ പിടിക്കാൻ പറയുന്നത്. ഇത് ഓവർ ബെൻഡ് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്, ഒരേ കോൺസ്റ്റന്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ എൽബോ ആണ് കുറച്ച് ബെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ എൽബോ കുറച്ച് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അളവിലാണ് ഞാൻ പിന്നിക്കൊണ്ടത്. ഇനി ഈ സ്കാപ്പില് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നിക്കൊണ്ടാവാം, സ്കാപ്പില് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് പിന്നിക്കൊണ്ടാവാം. ഏതാണ് നിങ്ങൾക്ക് നന്നായി കിട്ടുന്നത്? സ്കാപ്പിലേക്ക് ഇഞ്ചറി വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ.
ഇപ്പൊ ലാസ്റ്റത്തെ എണ്ണ 50 ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആവും. പക്ഷെ മാക്സിമം കൺട്രോൾ ചെയ്ത് അടിക്കുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുഷ് സോറി പുള്ളും ലെഗിന്റെയും വർക്കൗട്ട് രീതി വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാണ്ട് ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് പറഞ്ഞു തരണതാണോ ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് കമന്റിൽ ഇടാവുന്നതാണ്. ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് ഫ്രീ ടൈം വരുന്നത് ഒരു 10, 11, 12 ആ റേഞ്ചിലൊക്കെയാണ്. അപ്പൊ ഞാൻ ആലോചിക്കണത് ഈ പറയേണ്ട ഇടയിൽ വർക്കൗട്ട് വീഡിയോ ഈ ഭാഗത്ത് കാണിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇടാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ വീഡിയോസ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ഇടാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ.